ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജു. നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടോ? എന്നിട്ടും ടാനിങ്, പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. നമുക്കിന്ന് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് SPF തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഡെയിലി യൂസിന് മിനിമം SPF 30 ഉള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. ഔട്ട്ഡോർ എക്സ്പോഷർ കൂടുതലാണെങ്കിൽ SPF 50+ എങ്കിലും ഉപയോഗിക്കണം. SPF കുറവാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് SPF തിരഞ്ഞെടുക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള SPF എടുക്കണമെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ശരിയായ എമൗണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ആളുകളും വളരെ കുറച്ച് ചെറിയ എമൗണ്ടിൽ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫേസും നെക്കും ഇയറും കവർ ചെയ്യുന്ന രീതിയിൽ 2 ഫിംഗർ റൂൾ ഫോളോ ചെയ്യണം. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ് അപ്ലൈ ചെയ്യേണ്ട സമയം. സൺ എക്സ്പോഷറിന് ഒരു 15 to 20 മിനിറ്റ്സ് മുമ്പെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം. പുറത്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല. നാലാമത്തെ പോയിന്റ് റീ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 2-3 മണിക്കൂറിന് ശേഷം വീണ്ടും സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യണം. മേക്കപ്പിന് പുറത്തു കൂടി ആണെങ്കിൽ പോലും റീ അപ്ലൈ ചെയ്യണം. അതായത് കൂടുതൽ സ്വെറ്റിംഗ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കൂടുതലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിർബന്ധമായിട്ടും റീ അപ്ലൈ ചെയ്തിരിക്കണം. ഇൻഡോർ ആണെങ്കിൽ സൺസ്ക്രീൻ വേണ്ടേ? നമ്മൾ വീടിനകത്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഓഫീസിനകത്താണ് ഇരിക്കുന്നത്, സൺസ്ക്രീൻ ആവശ്യമില്ലേ? തീർച്ചയായും വേണം. നമ്മൾ ഇൻഡോർ ആണെന്നുണ്ടെങ്കിലും വിൻഡോസിൽ കൂടെ വരുന്നത് അല്ലെങ്കിൽ സ്ക്രീനിൽ കൂടെ വരുന്നത്, ഇൻഡോറിലുള്ള ലൈറ്റിങ്സ്, ഇതിലുള്ള എല്ലാ UV റേസും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ ഇൻഡോർസ് ആണെന്നുണ്ടെങ്കിൽ പോലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? മോർണിംഗ് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് മാത്രം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. പിന്നീട് റീ അപ്ലൈ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. മേക്കപ്പിന് മുകളിൽ കൂടി ആണെങ്കിൽ പോലും റീ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നെക്ക് ഏരിയ, ഇയർ ഏരിയ, ഇതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. നമ്മൾ ഫേസിൽ മാത്രമാണ് സൺസ്ക്രീൻ ക്രീം അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ സൺ എക്സ്പോഷർ വരുന്നത് നമ്മുടെ നെക്ക് ഏരിയയിലും ഉണ്ട്, ഇയർ ഏരിയയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ചെവികളിലും നെക്ക് ഏരിയയിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്.